ക്രിസ്മസ് രാവിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദുബായിലെ ഗ്ലോബൽ വില്ലേജ്. ഓൾറെഡി ഗ്ലോബൽ വില്ലേജ് വിസ്മയമാണ്. അപ്പോൾ ക്രിസ്മസിനായി സ്പെഷ്യലായി ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജ്. മഞ്ഞ് പെയ്യുന്ന അനുഭവം ഒരുക്കിയാണ് ഗ്ലോബൽ വില്ലേജ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത്തവണ കൂറ്റൻ ക്രിസ്മസ് ട്രീയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അരുൺ പറാട്ടിന്റെ യാത്ര അങ്ങോട്ടാണ്. നമുക്കും കൂടെ പോകാം. നല്ല തണുപ്പല്ലേ? നാടാ ക്രിസ്മസ് കാലല്ലേ, തണുപ്പുണ്ടാവും. ഈ കൊല്ലം പോലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള കൊല്ലം ഇക്കൊല്ല. 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തണുപ്പാ പോലെ അടുത്ത ജനുവരിയിൽ വരാൻ പോകുന്നത്. ഓ, ഈ ഗ്ലോബൽ വില്ലേജിൽ ക്രിസ്മസ് കാഴ്ച കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇക്കൊല്ലം വളരെ വിപുലമായ തോതിലാ ഗ്ലോബൽ വില്ലേജിൽ ക്രിസ്മസ് കാഴ്ചകളൊക്കെ. വലിയ കൂറ്റൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടെന്ന് കേട്ടെ. നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്നാ അങ്ങോട്ട് പോവാ. ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. 22 ദിവസം നീണ്ടു നിൽക്കുന്ന ആ മനോഹര കാഴ്ചകളാണ് ഈ ഗ്ലോബൽ വില്ലേജിനുള്ളിലുള്ളത്. ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നത്. പോവാം. ക്രിസ്മസ് ബെല്ലുകളും സാന്റാക്ലോസിന്റെ രൂപങ്ങളുമായി മൊത്തം ഒരു ക്രിസ്മസ് മയമാണ് ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ. ഇതാ വിളക്കുകാലികളിലേക്ക് നോക്കിയാൽ കൃത്യമായി കാണാം സാന്റാക്ലോസിന്റെ തൊപ്പിയൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. വേറെയും ഉണ്ട് കാഴ്ചകൾ. ശരിക്കും LED ലൈറ്റുകളൊക്കെ ഇട്ട് മനോഹരമായിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ആംബിയൻസ് ഇവരിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ക്ലൈമറ്റ് ആണ്. ശരിക്കും ഒരു ക്രിസ്മസ് വൈബ്. ഈ ഗ്ലോബൽ വില്ലേജിലെ ക്രിസ്മസ് കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിതാണ്. – 21 അടി ഉയരമുണ്ട് ഈ കൂറ്റൻ ക്രിസ്മസ് ട്രീക്ക്. ക്രിസ്മസ് ട്രീ മാത്രമല്ല, ക്രിസ്മസ് പപ്പ ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ? ദിവസം നിരവധി തവണ ഇവിടെ ക്രിസ്മസ് പപ്പ ഈ ആളുകളെ കാണാൻ വരും. ആഘോഷവും പാട്ടുമൊക്കെയായി നിരവധി സമ്മാനങ്ങളും കുട്ടികൾക്കൊക്കെ ഈ ക്രിസ്മസ് പപ്പ നൽകുന്നുണ്ട്. ആ കാഴ്ചകൾ കാണാനും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ാണ് ദുബായിക്ക് വരുന്നത്. അപ്പോൾ ഈ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗ്ലോബൽ വില്ലേജിലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതീക്ഷിച്ചാൽ കൂടുതൽ ക്രിസ്മസ് ആഘോഷങ്ങളും അതിൻ്റെ വൈബും അതെല്ലാം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാൻഡേ കണ്ടു. ശരിക്കും നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെ ഒരു സാൻഡേയും ഈ ഒരു ആഘോഷം നമുക്ക് കാണാൻ കിട്ടാറില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര രസകരമായിട്ട് തോന്നി. പ്രത്യേകിച്ചും ഇവരതൊരു കോമഡി പോലെയൊക്കെ ചെയ്തതും എല്ലാം ഒരു രസകരമായിട്ട്. ശരിക്കും ദുബായ് ഇപ്പം ഞാനൊക്കെ ഫസ്റ്റ് ടൈം വരുന്നതാണ്. അപ്പോൾ ദുബായ് എന്ന് പറയുമ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കുറച്ച് ചൂടും ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ശരിക്കും നല്ലൊരു ക്ലൈമറ്റ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്ന ഈ ഒരു ടൈം എന്തുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ടൈം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതാണ് ഗ്ലോബൽ വില്ലേജിലെ പ്രധാന ക്രിസ്മസ് ആഘോഷങ്ങൾ. ഇവിടെ കൊണ്ട് തീരില്ല. എല്ലാ പവലിയനുകളിലും ക്രിസ്മസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്മസിന്റെ തീമിലുള്ള ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 30 വരെ ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള നിരവധി ആഘോഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പറാട്ട്, 24.